ഹേ ഗായ്സ് നമ്മൾ ട്രെയിൻ എന്തായാലും രാമേശ്വരത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്തുള്ള റെയിൽവേ ഡോർമെറ്ററി പോയിട്ട് വേഗം റൂം എടുക്കും ചെയ്തു. അങ്ങനെ അവിടെ നമ്മൾ ലഗേജ് സാധനങ്ങളൊക്കെ സേഫ് ആക്കിയ ശേഷം നമ്മൾ മെല്ലെ പുറത്തിറങ്ങണം. നമ്മൾ സിറ്റിയിൽ ഒന്ന് കാലത്ത് നേരെ വൈകുന്നേരം ആയിട്ട് നമ്മൾ വീട്ടിലുള്ളിൽ ഇറങ്ങി കുത്തിരിക്കും നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. ഈ റെയിൽവേ ഡോർമെറ്ററിയിൽ റെയിൽവേ ഹോട്ടലൊന്നും ഇല്ലാത്ത കാരണത്താൽ നമ്മൾ മെല്ലെ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്തായാലും നമുക്ക് പുറത്തു പോകണം. അപ്പോൾ ആദ്യം നമ്മൾ ഡോർമെറ്ററിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ചെമ്മരിൽ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നോക്കി മെല്ലെ പുറത്തിറങ്ങണം. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അടുത്താണ് നമ്മൾ കലാമിന്റെ വീടുകളെന്ന് മനസ്സിലായത്. വേറെ ആരല്ല നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ വളരെ അടുത്തായതുകൊണ്ടും നമുക്ക് എന്തായാലും പോയി കാണണം എന്നുള്ളതുകൊണ്ടും നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ വലിയപാട നേരത്തിൽ നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോണ വൈക്ക് അവിടുത്തെ ഫാഷനബിൾ ആയിട്ടുള്ള ആൾക്കാരെയും കണ്ട് നമ്മൾ മെല്ലെ അവിടുത്തെ സ്ഥലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ജനക്കൂട്ടം തിരക്കെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറാനാണ്. ഇത്രയും തിരക്കും ജനക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറേണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ റഷ് ആയിട്ട് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് ചെറിയ സ്റ്റെപ്പ് കാരണത്താലുള്ള റഷാണ്. വേറെ വല്ല ടിക്കറ്റ് എടുക്കണമെന്നോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാണ്. ഈ കുടിസായ പഴയ കാലത്തെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ മെല്ലെ കയറി പോകേണ്ടത്. ഉള്ളിലൊരു മ്യൂസിയം പോലത്തെ സെറ്റപ്പ് ആണെങ്കിലും ഉള്ളിലേക്ക് മൊബൈൽ ക്യാമറ അലൗഡ് അല്ലാത്ത കാരണത്താൽ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അങ്ങനെ മൂപ്പര വീടിന്റെ ഒന്നാം നില കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാം നിലയിൽ പിന്നെ ഫുള്ള് മർച്ചന്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാം. അവിടെയാണെങ്കിലോ വെറൈറ്റി കുറേ പേനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഈ തോക്ക് പോലത്തെ പേന, ശൂലം പോലത്തെ പേന, അങ്ങനെ എന്തായാലും ഈ തോക്ക് പോലത്തെ പേന വല്ലാണ്ട് ഇഷ്ടമായി. നമ്മൾ കുറച്ച് നേരം തിരിപിടിയൊക്കെ ചെയ്തു. അയിമാണെങ്കിൽ ഒരു ലേറ്റും ഉണ്ട്. സംഭവം എന്തായാലും വല്ല ഇഷ്ടമായി. പക്ഷേ ഞാൻ വാങ്ങിയില്ല. അവിടെ ഇത് കൂടാതെ വേറെയും കുറേ വെറൈറ്റി പേനകളും കണ്ണാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ കണ്ണു പോയത് നമുക്കൊന്നുമല്ല. ഈ ഒന്ന് രണ്ട് വെറൈറ്റി മച്ചന്മാരിലേക്കാണ്. വലിയ മുടി കിട്ടുമ്പോൾ എടുക്കാൻ പറഞ്ഞാണോ എന്തോ ആവും. എന്തായാലും ഉള്ളത്തെ കാഴ്ചകൾ അത്ര ഉള്ളൂ എന്നുള്ള കാരണത്താൽ മെല്ലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് വിഷമോടായിരിക്കും. പിന്നെ രാമേശ്വരത്ത് റെസ്റ്റോറന്റിൽ കയറി നമ്മൾ നല്ല സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യും. നമ്മളൊരു നെയ് റോസ്റ്റും ഒപ്പമുള്ളവരൊക്കെ ഓരോ പൊറോട്ടയും പറഞ്ഞു. അപ്പോൾ ഒപ്പിൽ ഉദ്ദേശിച്ച് നമ്മളെ നേരത്തെ വലിയ പൊറോട്ട ആണെങ്കിലും ഓർക്ക് കിട്ടിയത് നമ്മളെ കൈപ്പത്ര തലപ്പുള്ള ഒരു സാധനമാണ്. വിലയാണെങ്കിലോ നമ്മുടെ അടുത്തേക്ക് ഇരട്ടി ഉണ്ടേനി. അതുകൊണ്ട് നിങ്ങൾ ആരെല്ലാം അവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ വിലയൊക്കെ ചോദിച്ച് കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് മേടിച്ചാൽ വേണ്ട. പിന്നെ പൊറോട്ടക്ക് എന്തൊരു സാലനാറിനൊരു സാധനം പടച്ചോനെ ആകെ വണ്ടി വലിയായി. അപ്പോൾ ഫുഡിന്റെ കാര്യമൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക അങ്ങോട്ട് വരികയാണെങ്കിൽ. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നല്ല റൂമൊക്കെ തിരിച്ചു വരും ചെയ്തു. അപ്പോൾ ഓക്കെ.